അപ്പൊ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനക്കെട്ടില്ലാത്ത വിശ്വാസികളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ നിൽക്കണ്ട. അപ്പൊ ആദ്യം തന്നെ ഈ വാർത്ത കണ്ടോക്കിയേ. അച്ഛാ സമാധാനമായിട്ട് കേസ് തീർന്നല്ലേ, ഇനിയിപ്പോ എന്നത്തിനാ ഞങ്ങൾ നേരെ ഇത് നേരെ ലൈവാട്ടാ അച്ഛാ, ജാമ്യം കിട്ടൂല. പ്രൊട്ടക്ഷൻ അതിനാ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലേ ഇത് അല്ല. അത് കാണാം. മൂവാറ്റുപുഴയ്ക്കടുത്ത് പിറമാടം സെന്റ് ജോൺസ് ബത്ലഹേം പള്ളിയിൽ സംഘർഷാവസ്ഥ. കോടതി ഉത്തരവുമായി ആരാധനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വൈദികനെ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. അപ്പൊ പൊതുവെ ക്രിസ്ത്യാനികളെ പറ്റി പൊതുവിലുള്ള ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം തടി കിട്ടി കഴിഞ്ഞാൽ മറ്റു കാരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു യേശു ക്രിസ്തുവിന്റെ പിന്മുറക്കാരാണ് വരുന്നതാണ് എല്ലാവരും വിചാരിച്ചത് പറഞ്ഞ ഇസ്രായേൽ. അപ്പോ ഇതിപ്പോ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അർജുൻ അയങ്കിനെ പോലീസ് പിടികൂടി. അപ്പൊ അർജുൻ അയങ്കിനെ പറ്റി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു പൂക്കിയാണ്. അതായത് ഇപ്പൊ CPM-ന്റെ പിന്തുണ ഈ പ്രാവശ്യം കിട്ടിയില്ല, അതുകൊണ്ട് CPM-ന്റെ പിന്തുണ ഇല്ലെങ്കിൽ ചെക്കൻ വെറും പൂക്കി എന്ന് പറയില്ല, അത്രേ ഉള്ളൂ, അവനൊന്നുമില്ല. പക്ഷെ ഈ വീഡിയോയിലുള്ള അച്ഛന്മാരുടെ പ്രഹസനം കാണുമ്പോ ഇവരാണ് ശരിക്കുള്ള ഗുണ്ടകളെന്ന് എനിക്ക് തോന്നുന്നത് പറഞ്ഞ ഇസ്രായേൽ. എന്നിട്ട് ഈ കാണിക്കണം, അതായത് അതിലൊരു വീഡിയോയിൽ ഒരാൾ പറയുന്നുണ്ട് അച്ഛൻ മസിൽ പിടിക്കില്ലേ, പിന്നെ വേറൊരാൾ പറയുന്നുണ്ട് ഇത് ലൈവാണ് വീഡിയോയിലുണ്ട്, കോടതിയിൽ പോലെ ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛനെ പേടിപ്പിക്കണം. അപ്പൊ അച്ഛൻ നോക്കുന്നുണ്ട് ഈ താടിക്ക് വെച്ചിട്ട് അച്ഛൻ ഒരു കടത്തോടിപ്പെട്ടിട്ട് പറഞ്ഞ മനസ്സിലായ. ഇതൊക്കെയാണ് അച്ഛന്മാര്. എനിക്കറിയണ കുറെ വിശ്വാസികളൊക്കെ പറയും, അതായത് ഈ പറഞ്ഞ പോലെ അച്ഛന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. ഒപ്പം തന്നെ ആൾക്കാര് അവർ ചെയ്ത പാപങ്ങളും തെറ്റുകളൊക്കെ പോയിട്ട് കുംഭസാരം എന്ന് പറഞ്ഞ ഏർപ്പാടിൽ ഈ അച്ഛന്മാരോട് പറയാം. ആര് ഇതുപോലത്തെ പ്രകസനം കാണിക്കുന്ന ഷോ കാണിക്കുന്ന ആൾക്കാരാണ് ഇവര് പോയിട്ട് സ്വന്തം ആരോടും പറയാത്ത തെറ്റുകൾ പോയി പറയാം. അപ്പൊ അതിന് അവർക്ക് കുറഞ്ഞ ന്യായീകരണം. അതായത് ഈ കുംഭസാരിക്കുന്ന സമയത്ത് അച്ഛന്മാരായിരിക്കില്ല, അത് ദൈവമായിരിക്കും അവിടെ എന്നുള്ള ഇതൊക്കെ അന്തങ്ങൾ വിശ്വസിക്കും. അതൊക്കെ അവരോരുത്തരുടെ വിശ്വാസം, അത് നമുക്കൊന്നും പറയാനില്ല, അതൊക്കെ ചൂണ്ടിക്കാണിക്കും പറഞ്ഞ മനസ്സിലായില്ലേ മാന്യമായിട്ട്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് വിശ്വാസികളോട് നിങ്ങൾക്ക് നാണണ്ട. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് പൊറപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചീത്ത പേരുണ്ട്. ഇപ്പോ ഇന്റർനാഷണൽ ലെവലിൽ ക്രിസ്ത്യാനികളുടെ അക്രമമൊക്കെ ഒരുപാടുണ്ടെങ്കിലും പക്ഷെ ഇന്ത്യയിൽ പൊതുവെ ക്രിസ്ത്യാനികൾ ഇത്തിരിങ്കിലും ശാന്തതയുടെ സൈഡിലാണ്. വലിയ ബുദ്ധിമുട്ട് മതത്തിന്റെ പേരിൽ അവർ വലിയ ഷോ കാണിക്കലോ അല്ലെങ്കിൽ വലിയൊരു എന്താ പറയാ മറ്റുള്ള മതക്കാർക്ക് ബുദ്ധിമുട്ട് ചെയ്യാത്തൊരു ആൾക്കാർ. കാരണം ഹിന്ദുസിനെ നോക്കിയാലും മുസ്ലിംസിനെ നോക്കിയാലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും അക്രമങ്ങളും അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള വർഗീയ കലാപങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പക്ഷെ ക്രിസ്ത്യാനികൾ പൊതുവെ ഒരു പരിധി വരെ ശാന്തശീലരാണ് പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ അവര് പൊതുവെ മറ്റുള്ള മതക്കാർക്കല്ല ഉപദ്രവം, അവർ ഉള്ളിൽ തന്നെ തമ്മി തല്ലിക്കൊണ്ടിരിക്കുക പറഞ്ഞ മനസ്സിലായി. ഇപ്പോ പണ്ട് കോൺഗ്രസ്സുകാരെ പറ്റി പറയില്ല, അതായത് തമ്മി തല്ല് കാരണം കോൺഗ്രസ് നശിക്കുന്നു പറയില്ലേ, അതുപോലെ ഇവര് അതായത് തമ്മി തല്ലിക്കൊണ്ടിരിക്കുക. ഒരു വിഭാഗക്കാര് കോടതിയിൽ നിന്ന്, അതായത് പള്ളിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് അതിന് അനുവാദം കോടതിയിൽ നിന്ന് വാങ്ങിയിട്ട് വരാ. വേറൊരു വിഭാഗം ആൾക്കാര് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ വരുന്ന ആൾക്കാരെ അടിച്ചോടിക്കുക. ഇത് എന്നിട്ട് സംഭവം എനിക്ക് പറയാനുള്ളത് വിശ്വാസികളോടാണ്. കാരണം നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ, അതായത് ഇപ്പൊ മതപരമായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഈ കോടതിക്കും അല്ലെങ്കിൽ പോലീസുകാർക്കും ഭരണകൂടത്തിനും ഇടപെടുന്നതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ. ഈ മതവികാരം ഭരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കേസുകളും വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇടപെടൽ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ വിശ്വാസികൾ തന്നെ ഇതുപോലുള്ള ആൾക്കാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസം പണത പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദുർബലരായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ആൾക്കാരും പിന്നെ ഇതിനും ഏജ് ആയിട്ടുള്ള ആൾക്കാരും കൂടുതലും ഈ ദൈവവിശ്വാസത്തിനെ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുന്നത്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോഴത്തെ യുവതലമുറയിൽ എനിക്ക് തോന്നണില്ല ഒരുപാട് പേരൊന്നും ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്നൊന്നും. കുറെ പേര് വിശ്വാസം അഭിനയിക്കും. കാരണം ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ പേടിച്ചിട്ടും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചിലവർക്ക് വിശ്വാസം ഇല്ല. ഇപ്പൊ എനിക്ക് അറിഞ്ഞൊരു കൂട്ടുന്നുണ്ട്, അവന് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല, പക്ഷെ അവന് ചില കാര്യങ്ങളില് മതക്കാര് ചെയ്യണത് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ ഇപ്പൊ വീട്ടുകാർ പറയണത് എതിർത്ത് പറയാനോ അവർക്ക് ധൈര്യമില്ല. കാരണം അവൻ പറയുന്നത് എങ്ങാനും ദൈവം ഉണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും ഉണ്ടായാലോ, അതായത് ജീവിതത്തിൽ ധൈര്യം ഇല്ലാത്തവരാണ് ഭൂരിഭാഗം ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം ഇപ്പൊ ഞാൻ ശരിക്കും പേഴ്സണലി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ
ദൈവവിശ്വാസികളെയും മദ്യപാനികളെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ഞാൻ ഏകദേശം ഒരുപോലെ കാണാം. ആ കൂടി കാര്യം വെച്ചാൽ ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് സമൂഹത്തിന് ദ്രോഹങ്ങൾ ഒരുപാട് ചെയ്യും. മതത്തിൽ വിശ്വസിച്ചു എന്ന് വെച്ചിട്ട് വേറെ ആൾക്ക് ദ്രോഹമില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹെൽത്തിന് വേറെ ഇഷ്യൂ ഇല്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഈ വർഗീയ കലാപങ്ങളും ഈ മതത്തിന്റെ പേര് തല്ലും വെക്കാനൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ. അപ്പോ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ദൈവവിശ്വാസത്തെ പറ്റി ഒരു വേറെ വീഡിയോ ചെയ്തു, അതിനൊരു ആൾ കമന്റ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെറുപ്പാണ്, അല്ലെങ്കിൽ നിനക്ക് ജീവിതം മനസ്സിലാവാറായിട്ടില്ല. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം മനസ്സിലാക്കാനും അനുഭവിക്കാൻ വേണമെങ്കിൽ ഇത്തിരി പ്രായം അപ്പോഴും ഈ അനുഭവിക്കാൻ വലിയ പ്രായം വേണമെന്നില്ല. നിങ്ങളൊക്കെ ഈ കമന്റ് ഇടുന്നത് എത്രത്തോളം കംഫർട്ട് സോണിൽ നിന്നിട്ടാണെന്നുള്ളത് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ലോകത്തിന്റെ പല സ്ഥലങ്ങളില് ഈ പല ഉള്ളേരിയാസ്, അതായത് ഈ ഉഗാണ്ട പോലെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചില മനുഷ്യന്മാര് ദൈവത്തിനെ വരെ അറിയാണ്ട് അല്ലെങ്കിൽ ദൈവം തിരിഞ്ഞുനോക്കാത്ത തരത്തിലുള്ള പലതരം ആൾക്കാരുണ്ട്. പട്ടിണിയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു വീട് പോലും ഇല്ലാണ്ട്, അതായത് നിങ്ങൾക്ക് ലോകം കണ്ടറിയാൻ പറ്റും. മനസ്സിലായി ഈ മലയാളം മാധ്യമങ്ങളും അല്ലെങ്കിൽ കുറെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലത്തെ അറിവല്ല, അല്ലാണ്ട് നിങ്ങൾ ലോകം കണ്ണൂർ നോക്കിയാണ്. ഇപ്പോ ഈ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും മതത്തിന്റെ പേരിൽ ആൾക്കാർ തല്ലി ചാവുണ്ട്. അപ്പൊ ഇതൊന്നും ദൈവങ്ങൾ കാണുന്നില്ലേ? അതോ ഇനി ഇതൊക്കെ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞ നിങ്ങൾ ഒഴിയോ? പറഞ്ഞ മനസ്സിലായ ഇപ്പോ ഇസ്രായേലും പാലസ്തീനും യുദ്ധം, എത്ര മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ അവിടെ തകർന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിരിക്കും. അപ്പൊ ഇതൊന്നും തടയാൻ ദൈവത്തിന് പറ്റില്ല. അതായത് ഇപ്പോ ഈ വീഡിയോയിൽ കണ്ട പോലെ പള്ളിയുടെ ഉള്ളിൽ, അതായത് ദൈവങ്ങളുടെ മൂക്കിന് തുമ്പത്ത് ഇത്രയും വലിയ അടി നടന്നിട്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റണില്ല. പിന്നെ എങ്ങനെ നമ്മളെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റും? പറഞ്ഞ മനസ്സിലായി. അതോ ഇനി നിങ്ങൾ ദൈവം എന്ന് ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് വേറെയാണോ? അതായത് വെറുതെ ഒരു ഇമാജിനറി ഫിഗർ മാത്രമാണോ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫിഗറാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിട്ടാണ് ഈ ദൈവത്തെ പറ്റിയുള്ള കൺസെപ്റ്റ് എന്നുള്ളത് കമന്റ് ചെയ്യും. ഞാൻ കമന്റുകളൊക്കെ നോക്കും. അതായത് എനിക്ക് കമന്റൊക്കെ ഇഷ്ടം. കാരണം ഓരോ ആൾക്കാരെയും കുറെ മണ്ടത്തരങ്ങളുണ്ടാവും, കുറെ ആൾക്കാരെ അറിവുകൾ നമുക്ക് അവരെന്താണ് ധരിച്ചതെന്ന് അറിയാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാനിപ്പോ ശരിക്കും പേഴ്സണലി ഈ ദൈവവിശ്വാസികളെ കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ നല്ലത് ചെയ്താലും തെണ്ടിത്തരം ചെയ്താലും വരാനുള്ളത് വരും. ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ കാറിൽ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ വേണമെങ്കിൽ മരിക്കാം. അപ്പൊ ചിലപ്പോ കുറെ വിശ്വാസികൾ പറയും, നീ ഇവൻ ദൈവത്തെ കളിയാക്കിയതുകൊണ്ടായിരിക്കും എന്ന്, അല്ലെങ്കിൽ ദൈവത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അവര് സമാധാനിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇപ്പൊ ഒരു തെറ്റും ചെയ്യാണ്ട് നല്ല രീതിക്ക് ദൈവത്തിൽ വിശ്വസിച്ചാണ് ആൾക്കാർ, പല പ്രായക്കാര്, പല മതക്കാര്, പല ജെൻഡർ, ഇപ്പൊ ആണായാലും പെണ്ണായാലും ഇവർക്കൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ഇപ്പൊ മരിക്കുന്ന ഒരുപാട് പേര്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും വരുന്നുണ്ട്. ദൈവത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. എനിക്ക് ലോകം മനസ്സിലായിടത്തോളം, അതായത് ഇപ്പോ ഒരുപാട് ഇപ്പൊ ഒരു 10-80 വയസ്സായ ഒരു ടിപ്പിക്കൽ ദൈവവിശ്വാസിയേക്കുള്ള ജീവിതാനുഭവം എനിക്കുണ്ട്, ലോകാനുഭവം എനിക്കുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അതൊന്നും ഇപ്പൊ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ ജനം മനസ്സിലാക്കുക. പിന്നെ ഒരു പരിധി വരെ ദൈവവിശ്വാസം നല്ലതാണ്. അതായത് ഇപ്പോ മദ്യപാനും മയക്കുമരുന്നും വെച്ച് നോക്കുമ്പോൾ ദൈവവിശ്വാസം നല്ലത്. കാരണം ഈ മദ്യപാനും മയക്കുമരുന്നും നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. ദൈവവിശ്വാസം പിന്നെ അങ്ങനെയില്ല. പിന്നെ മതത്തിന്റെ പേരുള്ള ഇതുപോലെയുള്ള കുറച്ച് വിഷങ്ങൾ തമ്മിൽ തല്ലുന്നോ അല്ലാണ്ട് വേറെ വലിയ ഇഷ്യൂ മതം കൊണ്ടില്ല. അപ്പൊ ആൾക്കാർ ദൈവത്തിൽ വിശ്വസിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് കാര്യം നേടണമെങ്കിലും ഒരു പരിധി വരെ ലക്കും, ഒരു പരിധി വരെ നമ്മുടെ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഇതിന്റെയൊക്കെ പിന്നിൽ. അത് ജനം മനസ്സിലാക്കുക വേണമെന്നുണ്ടെങ്കിൽ.